കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാന പൂക്കളിലൊന്നാണ് ചെണ്ടുമല്ലി. ആദ്യത്തെ പ്രധാന വിളവെടുപ്പിന് ശേഷം, അതായത് ഓണത്തിനുള്ള വിളവെടുപ്പിന് ശേഷം ചെടിയുടെ മുകൾ ഭാഗം പ്രൂൺ ചെയ്ത്, അതായത് വെട്ടിമാറ്റി വീണ്ടും പുതിയ ശാഖകളും മുട്ടുകളും ഉണ്ടാകാൻ അനുവദിക്കുന്ന ലാഭകരമായ ഒരു കൃഷി രീതിയാണ് ചെണ്ടുമല്ലിയിലെ റട്ടൂണിങ് അഥവാ കുറ്റി നിർത്തിയിട്ടുള്ള കൃഷി. വിത്ത്, പുതിയ തൈകൾ, നിലമൊരുക്കൽ എന്നിവയ്ക്കുള്ള അധിക ചിലവുകളും സമയവും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ മേന്മ. രണ്ടാമതൊരു വിളവ് കൂടി വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ ഈ രീതി കർഷകരെ സഹായിക്കുന്നു എന്നുള്ളതും സീസണുകളിൽ പൂക്കളുടെ നിരന്തരമായ ലഭ്യത ഉറപ്പാക്കാനും കൂടുതൽ സാമ്പത്തിക ലാഭം നേടാനും കേരളത്തിലെ കാലാവസ്ഥയിൽ ചെണ്ടുമല്ലി റട്ടൂണിങ് ചെയ്ത് നിർത്തുന്നത് ഏറെ അനുയോജ്യമാണ്. ചെണ്ടുമല്ലി കൃഷിയിൽ ഓണവിപണിക്ക് ശേഷം റട്ടൂണിങ് നടത്തുന്നത് മണ്ഡലകാലത്ത്, അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ വീണ്ടും മികച്ച പൂക്കൾ ലഭിക്കാനുള്ള ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ഒരു മാർഗമാണ്. ശരിയായ രീതിയിൽ റട്ടൂണിങ് ചെയ്താൽ പുതിയ തൈകൾ വീണ്ടും നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യമില്ലാതെ രണ്ടാമത്തെ വിളവ് നേടാൻ സാധിക്കും. കേരളത്തിൽ മണ്ഡലകാലത്ത് പൂക്കൾക്ക് വീണ്ടും നല്ല ആവശ്യവും വിലയും ലഭിക്കുന്നതിനാൽ റട്ടൂണിങ് കർഷകർക്ക് അധിക വരുമാനം നേടാൻ സഹായിക്കും. ആദ്യം നമുക്ക് റട്ടൂണിങ് എപ്പോൾ ചെയ്യാമെന്ന് നോക്കാം. ഓണത്തിനായുള്ള അവസാന പൂക്കൾ പറിച്ചതിന് ശേഷം സാധാരണയായി സെപ്റ്റംബർ ആദ്യമോ അല്ലെങ്കിൽ സെപ്റ്റംബർ പകുതിയോടുകൂടിയോ റട്ടൂണിങ് ആരംഭിക്കാം. ഇനി എങ്ങനെയാണ് റട്ടൂണിങ് ചെയ്യുന്നത്? ചെടിയുടെ മുകളിലെ എല്ലാ പൂക്കളും ഉണങ്ങിയ കൊമ്പുകളും രോഗബാധിതമായ ശാഖകളും എല്ലാം നീക്കം ചെയ്യുക. ചെടി നിലത്ത് നിന്ന് ഏകദേശം 15 മുതൽ 20 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെട്ടി നിർത്തുക എന്നുള്ളതാണ് അടുത്ത പടി. ചെടിയുടെ ചുറ്റുമുള്ള കളകൾ നീക്കം ചെയ്ത് മണ്ണ് നന്നായിട്ട് ഇളക്കി ചെടിയുടെ ചുവട്ടിൽ ജൈവവളം, കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകവളം ചേർക്കുക. ആവശ്യത്തിന് NPK വളം, പ്രത്യേകിച്ച് നൈട്രജൻ കൂടുതലുള്ള വളം ടോപ്പ് ഡ്രസ്സിംഗ് ആയിട്ട്, അതായത് മേൽ വളമായിട്ട് നൽകുന്നത് പുതിയ ശാഖകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെടിക്ക് എത്രയാണ് ജൈവവളം കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കാം. നന്നായി പാകമായ ചാണകവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഒരു ചെടിക്ക് 250 മുതൽ 500 ഗ്രാം വരെ കൊടുക്കണം. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് 25 മുതൽ 50 ഗ്രാം. റട്ടൂണിങ് നടത്തിയ ഉടനെ തന്നെ കൊടുക്കേണ്ട രാസവളത്തിൻ്റെ അളവുകളാണ് അടുത്ത് പറയുന്നത്. യൂറിയ 8 മുതൽ 10 ഗ്രാം വരെ, അത് ഇപ്പം നമുക്ക് അളക്കാനൊന്നും പറ്റില്ല, ചെറിയ സ്പൂൺ. പിന്നെ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് 15 മുതൽ 20 ഗ്രാം. മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് 5 മുതൽ 8 ഗ്രാമാണ് ഒരു ചെടിക്ക് വേണ്ടത്. വളം ചെടിയുടെ ചുവട്ടിൽ നിന്ന് 10 മുതൽ 15 സെൻറ്റിമീറ്റർ അകലെ വട്ടത്തിൽ വിതറി മണ്ണിലിളക്കി ചേർത്ത ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക. 20-25 ദിവസത്തിന് ശേഷം പുതിയ ശാഖകൾ വരുമ്പോൾ യൂറിയ ഒരു 5 മുതൽ 10 ഗ്രാം വരെ ഒരു ചെടിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് 5 ഗ്രാം ഒരു ചെടിക്ക് എന്നുള്ള നിലയിൽ കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ മുകുളങ്ങളും നല്ല പൂക്കളും ലഭിക്കാൻ സഹായിക്കും. വെള്ളത്തിൽ ലയിക്കുന്ന 19-19-19 പോലുള്ള വളങ്ങൾ 5 ഗ്രാം 1 ലിറ്റർ, അതായത് ഒരു നുള്ള് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 10 മുതൽ 15 ദിവസത്തെ ഇടവേളകളിൽ 2-3 തവണ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഏതെങ്കിലും മൈക്രോ ന്യൂട്രിയൻ മിക്സ് കിട്ടും. അതിനകത്ത് ബോറോണും കാൽസ്യവും സൾഫറും സിങ്കും എല്ലാം അടങ്ങിയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ മിക്സ് വളക്കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് അത് ഒരു നുള്ള് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബോറോണിൻ്റെയും സിങ്കിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒന്നും ഡെഫിഷ്യൻസി ചെടികളിൽ ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ചെടിക്ക് ആരോഗ്യം ഉണ്ടാവുകയും രോഗപ്രതിരോധ ശേഷി അതിന് ആർജിക്കാൻ പറ്റുകയും ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ, വളം നൽകിയ ഉടൻ തന്നെ ജലസേചനം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ വെള്ളക്കെട്ട് ഒഴിവാക്കുക. രോഗബാധയുള്ളതോ വളരെ ക്ഷീണിച്ച ചെടികളോ കൂടുതൽ നൈട്രജൻ വളം നൽകുന്നത് ഒഴിവാക്കുക. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ അളവുകൾ സാധാരണ ശുപാർശകളാണ്. നിങ്ങളുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, ഇനം,
അതായത് നമ്മൾ ഏത് ഇനം മാരിഗോൾഡാണ് വളർത്തുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും ചെടികളുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയും അനുസരിച്ച് മാറ്റം വരാം. അതുകൊണ്ട് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗം സ്വീകരിക്കുന്നതായിരിക്കും ഉചിതം. എങ്ങനെയാണ് ഈ റെഡ് പരിപാലനം എന്നുള്ളത് നോക്കാം. റെഡ് ശേഷം 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ തളിരുകളും ശാഖകളും വളരാൻ തുടങ്ങും. ഈ സമയത്ത് ആവശ്യമെങ്കിൽ മാത്രം ജലസേചനം നടത്തുക. രോഗകീടാക്രമണം നിരന്തരം നിരീക്ഷിക്കുക. റെഡ് പ്രധാനമായും ഇലപ്പേൻ, മുഞ്ഞ, ത്രിപ്സ്, പൂപ്പൽ രോഗങ്ങൾ എന്നിവയാണ് കാണാൻ ചാൻസ്. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിൽ പോയിട്ട് കാര്യം പറയുക. അവർ അതിനുള്ള മരുന്ന് റെക്കമെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ചെടിയുടെ മൊത്തമായ ആരോഗ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് പോലുള്ള ജൈവ ദ്രാവക വളങ്ങളോ പോഷകങ്ങളോ ഒക്കെ വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സാധാരണയായി റെഡ് നടത്തിയതിന് ശേഷം 45 മുതൽ 60 ദിവസത്തിനുള്ളിലാണ് വീണ്ടും പൂക്കൾ വിരിയാൻ തുടങ്ങുക. അതിനാൽ തന്നെ സെപ്റ്റംബറിൽ റെഡ് നടത്തിയാൽ നവംബർ മാസത്തിൽ, അതായത് മണ്ഡലകാലത്തെ വിപണിക്കായി പൂക്കൾ ലഭ്യമാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെ റെഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കണ്ടേ. ഒന്ന്, ചിലവ് കുറയും. തൈകൾ പുതിയതായിട്ട് വാങ്ങി നടേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ കൃഷി ചെലവ് കുറയ്ക്കാൻ പറ്റും. കൃഷിക്കാലം നീട്ടി അധിക വരുമാനം നേടാം. തൊഴിൽ ചെലവ്, നിലം തയ്യാറാക്കുന്ന ചെലവ് എന്നിവയും കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ മണ്ഡലകാലത്ത് പൂക്കൾക്ക് നല്ല വില കിട്ടുന്ന സമയമായതിനാൽ ആ ഒരു സീസൺ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. പിന്നെ റെഡ് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ദുർബലമായതോ ഗുരുതരമായി രോഗബാധയുള്ളതോ ആയ ചെടികൾ റെഡ് തിരഞ്ഞെടുക്കരുത്. കഴിയുന്നതോ അങ്ങനെയുള്ളവ പറിച്ചു മാറ്റിക്കളയുക. ആരോഗ്യമുള്ള ചെടികളിൽ റെഡ് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്കിന് നിങ്ങൾ ആവശ്യത്തിന് വെള്ളവും വളവും എല്ലാം കൊടുത്ത് പരിപാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓണത്തിന് എത്ര കണ്ട് വിളവെടുക്കാൻ പറ്റിയോ അതുപോലെ തന്നെ നമുക്ക് മണ്ഡലകാലത്തും ചെണ്ടുമല്ലിയിൽ നിന്ന് പൂക്കൾ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മികച്ചൊരു വരുമാനവും നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.